നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിതം മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ പലതിനും സമയം കിട്ടാതെ വരുന്നു. പ്രിയപ്പെട്ട ആരാധികയ്ക്ക് സുഖമാണോ? പത്മ, താനൊന്നും മാട്രിമോണി ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. അല്ല, എന്താ ഉദ്ദേശം? എന്നും കാണാറുണ്ടോ? ആ, എന്നും കാണാറുണ്ട്. എങ്കിൽ പിന്നെ മാട്രിമോണിയുടെ ഓഫീസിൽ പറഞ്ഞിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നൂടെ? അപ്പൊ രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. തനിക്ക് വരുന്നവരെയും അവിടെ നിന്ന് പോകുന്നവരെയും വാച്ച് ചെയ്യാം. അവിടെ ഒരു സെക്യൂരിറ്റി ആവും. അതിനെനിക്ക് എല്ലാവരെയും കാണേണ്ട കാര്യമില്ലല്ലോ. തന്നെ മാത്രല്ലേ കാണണ്ടോ? ഹേയ് പത്മ, എടോ, ഞാൻ എത്ര കാലമായി പറയുന്നു തന്നെ എനിക്ക് ഇഷ്ടമാണ്. താൻ എന്താ അതിനൊരു മറുപടി പറയാത്തെ? മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാന്ന്. മറന്നുപോയോ? എന്നെ ഇഷ്ടമല്ല എന്നുള്ള മറുപടി എനിക്ക് താല്പര്യമില്ല. ഇഷ്ടമുണ്ടെന്ന് എനിക്ക് കേൾക്കേണ്ടത്. എടോ, ഈ പ്രേമിക്കാൻ നടക്കുന്നതിന് മുൻപേ അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഐഡന്റിറ്റിയെ ബഹുമാനിക്കാൻ പഠിക്കണം, അംഗീകരിക്കാൻ പഠിക്കണം. തനിക്ക് ഈ ഭൂമിയിൽ കാണുന്ന ആര് വേണമെങ്കിലും ഇഷ്ടപ്പെടാൻ അവകാശമുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ താൻ കാണുന്നവർക്കും അവരുടേതായ ചിന്തകൾ കാണില്ലേ? ശരി, എങ്കിൽ പറ, തന്റെ മനസ്സിലുള്ള പുരുഷന്റെ കോൺസെപ്റ്റ് എന്താ? അത് തന്നോട് പറയേണ്ട കാര്യമില്ല. നോക്ക് കാർത്തിക്, നമ്മൾ അയൽവാസികളാണ്. തന്റെ അമ്മയോട് എനിക്ക് അല്പം ബഹുമാനം ഉള്ളതുകൊണ്ടാണ് താൻ എന്നെ ശല്യപ്പെടുത്തിയിട്ടും ഞാൻ പരാതി പറയാതിരുന്നത്. പക്ഷെ ഇനി എന്നെ ശല്യപ്പെടുത്തിയ എനിക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. അതിനെന്താടോ, താൻ കംപ്ലൈന്റ് ചെയ്തോ? ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുത്താലേ പോലീസുകാർ കൊണ്ടുപോയി നല്ല ഇട്ടിടിക്കും. പക്ഷെ ഞാനതങ്ങ് സഹിക്കും. തന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ കിട്ടുന്നതല്ലേ. അല്ല, തനിക്കൊരു നാണമില്ലേ? തന്റെ കാര്യത്തിലാണെങ്കിൽ എടോ, എനിക്ക് ജീവിതത്തിൽ ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അത് താനായിരിക്കും ഞാൻ ഫിക്സ് ചെയ്തത്. അതിലൊരു ചേഞ്ചും ഇനി വരാൻ പോകുന്നില്ല. ആ പിന്നെ, ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് വരും. എന്തിനാണെന്നറിയോ? ഔദ്യോഗികമായി നമ്മുടെ കാര്യങ്ങൾ വീട്ടുകാർ തമ്മിൽ സംസാരിക്കാൻ. കാർത്തിക് പ്ലീസ്, നാണം കെടാൻ നിനക്ക് ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. പറയാനുള്ളത് രണ്ട് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് താൻ പറയും. ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. എനിവേ, തന്നെ കുറിച്ചല്ലാതെ വേറെ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. പോട്ടെ. എടോ, ഇന്ന് പറയാനുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ ഞാൻ കേട്ടോളാം. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ബൈ. എഴുതാതിരുന്നത് ഓർക്കാഞ്ഞിട്ടല്ല. ജീവിതം മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ പലതിനും സമയം കിട്ടാതെ വരുന്നു.
പ്രിയപ്പെട്ട ആരാധികയ്ക്ക് സുഖമാണോ? സുഖമായിട്ട് പോകുന്നു. അവിടെയും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാമല്ലോ അല്ലേ? ഞാനിടയ്ക്ക് ഓരോ കത്തുകൾ അയക്കാറുണ്ട്. മറുപടിയൊന്നും കിട്ടാറില്ല. എഴുതിയിട്ട കത്തുകൾക്ക് മറുപടി വരാതാവുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ചെറിയ വിഷമം അതെന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷേ സാധാരണ എഴുതുന്ന കത്തിന് മറുപടി വരുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. പക്ഷേ തന്റെ കാര്യത്തിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓരോ വരി എഴുതുമ്പോഴും സമാധാനത്തിന്റെ ഒരു കാറ്റ് വീശുന്നുണ്ട് മനസ്സിൽ. അതാ എനിക്ക് ഏക ആശ്വാസം. മധുരനമ്പരക്കാറ്റ് വായിച്ചതിനു ശേഷം കാറ്റിനോട് എനിക്ക് ഏറെ പ്രിയമാണ്. കാറ്റിന്റെ ശബ്ദം താങ്കളുടെ കവിതയുടെ മൂളലായിട്ടാ എനിക്ക് തോന്നാറ്. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കുളിരുള്ളൊരു തലോടൽ പോലെ അതെനിക്ക് തരുന്ന ആശ്വാസം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ജീവിതം കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഓരോ പ്രായത്തിലും ഓരോരുത്തരാണ് നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയില്ലേ? ആദ്യം അച്ഛനമ്മമാര്, പിന്നെ നമ്മൾ തന്നെ, പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവര്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞ്. അങ്ങനെ ഒരു നിയന്ത്രണത്തില് ഞാനിപ്പോ. ഞാനിപ്പോൾ പൂർണ്ണമായും മോളുടെ നിയന്ത്രണത്തില് അവൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവളുടെ കളിയും ചിരിയുക ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പ്രചോദനം. മോൻ ഭയങ്കര കുസൃതിയാ. അവന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? എന്ത് കാര്യത്തിനെ കുറിച്ചും വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഉത്തരം മുട്ടിപ്പോവും. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അവൻ ചോദിക്കുന്നതിലൊക്കെ അർത്ഥമുണ്ടെന്ന് തോന്നും. ചിലപ്പോ അവനും ഇദ്ദേഹത്തെ പോലെ അർത്ഥമുള്ള വരികൾ എഴുതാൻ തുടങ്ങുമായിരിക്കും അല്ലേ? അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കരുണയും സ്നേഹവുമുള്ള വരികളിലൂടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന നല്ലൊരു എഴുത്തുകാരനാവട്ടെ അവനെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.